കാർ നേരെ പോയി നിന്നത് പുത്തൻപുരയ്ക്കൽ ഗാർമെന്റ്സിലേക്കായിരുന്നു. യദു ഉണ്ടായിരുന്നു അവിടെ. ലേഡി സ്റ്റാഫുകളിടയിൽ രുദ്രനെ അവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലവൻ. അതിൻ്റെ ഒരു വെപ്രാളമുണ്ടായിരുന്നു അവനിൽ. ഏട്ടാ വിളിച്ചുകൊണ്ട് ഓടി വന്നവൻ സ്ത്രീക്ക് ആവശ്യമുള്ള ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്. നീ എന്താ ഇവിടെ നിന്ന് തിരയുന്നത്? നിനക്ക് അക്കൗണ്ട്സിലല്ലേ ജോലി? രുദ്രൻ ചോദിച്ചപ്പോൾ മുഖം മങ്ങി അവൻ്റെ. അല്ല അത് പിന്നെ ഞാൻ കൂടുതൽ പറയണ്ട ചെല്ല്, താക്കീതിന്റെ സ്വരത്തിൽ പറഞ്ഞ രുദ്രൻ വേഗം അവിടെ നിന്നും പോയി. യദു, സുകന്യ, ഇത് ശ്രീപാർവതി, ചുരിദാർ നോക്കാനാണ്. പുതിയ മോഡൽ വന്നിട്ട് തന്നെ എടുത്തോളൂ. ശരി സാർ. മേഡം വരൂ. മോളെ ഞാൻ എടുക്കാം. പാർവതിയുടെ തോളിൽ ഉറങ്ങിക്കിടക്കുന്ന മോളെ എടുക്കാൻ ആഞ്ഞു രുദ്രൻ. പാർവതിയുടെ പിന്നാലെ അവരും സെക്ഷനിൽ പോയി. 2 ചുരിദാർ പാർവതി എടുത്തപ്പോൾ സൈസ് നോക്കി രുദ്രൻ മാറി നിന്നു. എടുത്തു കഴിഞ്ഞിട്ട് താഴേക്ക് വന്നാൽ മതി, ഞാൻ അവിടെ ഉണ്ടാകും. സുകന്യെ വിളിച്ച് എന്തൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് താഴേക്ക് പോയി അവൻ. മേഡം, ഈ കളർ മേഡത്തിന് നന്നായി ചേരും. ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലുള്ള ജോർജറ്റ് ചുരിദാർ സെറ്റ് നിവർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു സുകന്യ. നന്നായിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് എത്രയാ? പ്രൈസ് ടാഗ് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു പാർവതി. 3250 രൂപ. അതെയോ? എടുത്തു നിൽക്കുന്ന കളറായതുകൊണ്ട് വേണ്ട. റേറ്റ് കുറവുള്ള സെക്ഷൻ എവിടെ? 500 രൂപയിൽ താഴെ ടോപ്പ് കിട്ടുന്നത് മതി. കറുപ്പ് ബോട്ടത്തിന് ചേരുന്ന തരത്തിലുള്ളത്. നിത്യം ഉപയോഗിക്കുന്നത് 2 സെറ്റ് എടുത്തിട്ടുണ്ടല്ലോ, അത് മതി. 2 ടോപ്പ് കൂടി എടുത്താൽ മതി. പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ ആവശ്യം പറഞ്ഞവള് 1-2 ചുരിദാർ കൂടി പാർവതി എടുത്ത് ദേഹത്ത് വെച്ച് നോക്കി. സുകന്യ അവളെ കൗതുകത്തിൽ നോക്കി നിൽക്കുകയാണ്. സാറിന് ഇത്ര താല്പര്യം തോന്നാൻ മാത്രം ആരെ ഇവൾ? എന്തായാലും തുമ്പി മോളെ എടുത്ത് നടക്കുമ്പോൾ മോളെ അമ്മയാണെന്നേ പറയൂ. സാറിന് നല്ല മാച്ച്. മേഡം നന്നായി ചേരുന്നുണ്ട്, ഇതെടുക്കാം. അവസാനം പാർവതി വെച്ച് നോക്കിയ ഒനിയൻ പിങ്ക് നിറത്തിലുള്ള ചുരിദാർ കാണിച്ചുകൊണ്ട് പറഞ്ഞു സുകന്യ. വേണ്ട, ടോപ്പ് മതി. പാർവതി വേഗം പറഞ്ഞു. എന്നാൽ പിന്നെ അപ്പുറത്തെ സെക്ഷനിൽ നോക്കാം. സുകന്യ പറഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തേക്ക് നടന്നു. പാർവതി എല്ലായിടവും ഒന്ന് നോക്കിക്കൊണ്ട് നടന്നു. സുകന്യ ചേച്ചിക്ക് ഫോൺ. ആ സെക്ഷനിൽ ബില്ലിംഗ് സ്റ്റാഫ് റസീന ഓടി വന്ന് പറഞ്ഞു. ഐഷ മേഡത്തിന് ടോപ്പ് ഒന്ന് കാണിച്ചു കൊടുക്കും, ഇപ്പോൾ വരാം. പാർവതി നിൽക്കുന്ന സെക്ഷനിലെ CCTV ദൃശ്യങ്ങൾ തൻ്റെ ഓഫീസ് റൂമിൽ നിന്ന് വീക്ഷിക്കുകയായിരുന്നു രുദ്രൻ നേരിയ പുഞ്ചിരിയോടെ. ഫോൺ കണക്റ്റായി. സുകന്യ, പാർവതി വെച്ച് നോക്കിയ എല്ലാ ചുരിദാറും പാക്ക് ചെയ്തേക്ക്. വില കുറവിന് സെക്ഷൻ എടുക്കുന്നത് പാക്ക് ചെയ്യേണ്ട. അവളുടെ അതേ അളവിലുള്ള ടോപ്പുകൾ വില കൂടിയത് 4 എടുത്തു വെച്ചേക്ക്. 4-5 മോഡൽ സാരികൾ ഷൈജി ചേച്ചിയോട് നോക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൂടി അതിൽ വെച്ചേക്ക്. സ്കേർട്ട് അടക്കം മാച്ചിനുള്ളത് എടുത്തേക്ക്. ബ്ലൗസ് തയ്ക്കാനുള്ള അളവ് എങ്ങനെയെങ്കിലും എടുക്കണം. ബ്ലൗസ് പീസ് മുറിച്ച് വെച്ചേക്ക്. ഇന്ന് വൈകിട്ട് ശിവ വരുമ്പോഴേക്കും ബ്ലൗസ് തയ്പ്പിച്ച് കിട്ടിയിരിക്കണം. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടല്ലോ? അയാൾ അറിയാതെ. അത് വേണം. എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടിയാണ്. നിങ്ങൾ ഇനിയും അവളെ കാണേണ്ടി വരും. ഓക്കെ സാർ, വേണ്ടത് ചെയ്യാം. രുദ്രൻ ഫോൺ കട്ടാക്കി വീണ്ടും പാർവതി നോക്കിക്കൊണ്ടിരുന്നു. അവൾ ഓരോ ടോപ്പും വെച്ച് നോക്കുന്നതും പ്രൈസ് ടാഗ് നോക്കി മാറ്റി വെക്കുന്നതും കണ്ടപ്പോൾ എന്തോ അവൻ്റെ മനസ്സിലൊരു നീറ്റൽ അനുഭവപ്പെട്ടു. ശിവാനിയും ഗംഗയും ഇറങ്ങിയ മോഡൽ ഡ്രസ്സാണ് എടുക്കുക. വില പോലും നോക്കുകയില്ല. ഏതെങ്കിലും ഫംഗ്ഷന് വേണ്ടി പുതിയതെടുത്താൽ അത് പിന്നെ അടുത്ത ഫംഗ്ഷൻ ഇടുക പോലുമില്ല. സാഹചര്യങ്ങളാണ് മനുഷ്യരെ മാറ്റുന്നത്. സത്യമാണത്. വീണ്ടും അവൻ്റെ കണ്ണുകൾ പാർവതിയിലുടക്കി നിന്ന്. ഇത് മതി കേട്ടോ. സുകന്യ വന്നപ്പോൾ 530-ന്റെ 2 ടോപ്പുകൾ എടുത്തുകൊണ്ട് പാർവതി പറഞ്ഞു. ഓക്കെ മേഡം, പിന്നെ മേഡത്തിന് സൈസ് കറക്റ്റ് ചെയ്തു തരും. 1 മിനിറ്റ് അളവൊന്ന് എടുത്തോട്ടെ. സുകന്യ യാതൊരു സംശയവും പാർവതിക്ക് തോന്നാത്ത വിധത്തിൽ അവതരിപ്പിച്ചു. അതൊന്നും വേണ്ട, ചെറിയ ലൂസൊക്കെ ഉണ്ടാകും, അത് സാരില്ല. അത് വേണ്ട മേഡം, മേഡം താഴേക്ക് വെക്കുള്ളൂ. 10 മിനിറ്റ് നേരത്തെ വർക്ക് ചെയ്യുള്ളൂ. ചിരിച്ചുകൊണ്ട് സുകന്യ അളവെല്ലാം എടുത്ത് കുറിച്ച് വെച്ചു. സാറിന്റെ സംസാരത്തിലും തനിക്ക് മുന്നിൽ നിൽക്കുന്നവൾ സാറിന് വേണ്ടപ്പെട്ടവളാണ് ഇതിനോടകം മനസ്സിലായിരുന്നു സുകന്യയ്ക്ക്. പാർവതി ലിഫ്റ്റിൽ കയറവെ സ്റ്റെയർ ഇറങ്ങിയാണ് താഴേക്ക് വന്നത്. മോളെ എടുത്തുകൊണ്ട് ഒരു കുട്ടി നിൽക്കുന്നത് കണ്ടു. ചുറ്റും 2-3 പേരുണ്ട്. ബാലൂണും മറ്റും വെച്ച് തുമ്പി മോളെ കളിപ്പിക്കുകയാണവർ. മോളും സന്തോഷത്തിലാണ്. കൈകൊട്ടി ചിരിക്കുന്നതൊക്കെയുണ്ട്. സാർ എവിടെ പോയി? പാർവതി ചുറ്റും നോക്കി. പാർവതിയെ കണ്ട ഉടനെ തുമ്പിക്കുട്ടി കളിയൊക്കെ മതിയാക്കി. അമ്മേ. പാർവതിയെ കണ്ട സന്തോഷത്തിൽ തുമ്പി വിളിച്ചു. തുമ്പി മോളുടെ വിളി കേട്ടപ്പോൾ എല്ലാവരും അതിശയത്തോടെയാണ് പാർവതിയെ നോക്കിയത്. അമ്മയോ? എടുത്തിരിക്കുന്ന കുട്ടി തെല്ലുറക്കെ ചോദിച്ചു പോയി. അതെ, അമ്മ തന്നെ. എൻ്റെ മോൾക്ക് അവളുടെ അമ്മയെ തിരികെ കിട്ടി. അവിടെ അടുത്തേക്ക് വന്നുകൊണ്ട് നാടകമായി പറഞ്ഞു രുദ്രൻ. ഇടം കണ്ടിട്ട് ആ കുള്ളിരിക്കുന്ന യദുവിനെ നോക്കാനും മറന്നില്ലവൻ. വലത് കൈ ചുരുട്ടി പിടിച്ച് ടേബിളിലിരിക്കുന്ന യദുവിനെ കണ്ടപ്പോൾ ചിരി വന്നവന്. രുദ്രന്റെ പ്രഖ്യാപനം കേട്ടപ്പോൾ തല കറങ്ങുന്നത് പോലെയാണ് തോന്നിയത് പാർവതിക്ക്. ഡ്രസ് ഹാൻഡിൽ പിടിച്ച് ഒരു താങ്ങിന് വേണ്ടിയാണ് അവള്. രുദ്രൻ അവളുടെ ഭാവം മാറ്റം ശ്രദ്ധിച്ചു. വിളറി വെളുത്ത അവളുടെ മുഖം കണ്ടപ്പോൾ തമാശ തോന്നിയവന്. പാർവതി, മോളെ എടുക്ക്. പാർവതി വേഗം പോയി തുമ്പി മോളെ എടുത്തു.
തുമ്പി പാർവതിയുടെ കഴുത്തിൽ ഇരു കൈകളും കൊണ്ട് കെട്ടിപ്പിടിച്ച കവിൽ ഒന്നോ വെച്ചു. കുറച്ചു സമയം കാണാൻ വരുന്നതിന്റെ സ്നേഹപ്രകടനം. പാർവതി കാറിൽ പോയിരിക്കും, ഞാനിപ്പോൾ വരാം. രുദ്രൻ പറഞ്ഞപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെട്ടാൽ മതി എന്ന നിലയിൽ നിന്നിരുന്നു അവൾ. വേഗം തിരിഞ്ഞു നടന്നു. ഏകദേശം 15 മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷമാണ് സുകന്യ എല്ലാം പാക്ക് ചെയ്തുകൊണ്ട് വന്നത് വണ്ടിയിൽ വെച്ചേക്ക്. സുകന്യ പുറത്തേക്ക് പോയപ്പോൾ രുദ്രൻ യദുവിന്റെ അടുത്തേക്ക് ചെന്ന് ബില്ല് എത്രയാണെന്ന് നോക്ക്. രുദ്രൻ പറയുന്ന കേട്ട് മനസ്സിലാക്കാത്ത തരത്തിൽ യദു നോക്കി. നീ എന്താ മെഷീൻ എടുത്തത്? ബിൽ ക്ലിയർ ചെയ്യാനാണ്. പേഴ്സിൽ നിന്നും തന്റെ കാർഡ് എടുത്ത രുദ്രൻ കാണിച്ചു. 17,556. കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്തുകൊണ്ട് പറഞ്ഞു യദു. ഓക്കെ, ഇതാ കാർഡ് സ്വൈപ്പ് ചെയ്തു രുദ്രൻ. ഇത് നമ്മുടെ വീട്ടിലെ സ്റ്റാഫ് എടുത്തതല്ലേ? അവർ എന്തെങ്കിലും എടുക്കുന്നതിന് ക്യാഷ് വാങ്ങരുതെന്ന് പറഞ്ഞിട്ട് യദു ചോദിച്ചു പോയി. അത് സ്റ്റാഫിന്റെ കാര്യം, പാർവതിയുടെ കാര്യം എനിക്ക് അങ്ങനെയല്ല. ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ? രുദ്രൻ ചോദിച്ചപ്പോൾ യദുവിന്റെ മുഖം ചുവന്നു. നീ വെറുതെ മനസ്സിൽ കോട്ട കെട്ടണ്ട, ആ പാവം ജീവിച്ചു പോയിക്കോട്ടെ പറഞ്ഞുകൊണ്ട് രുദ്രൻ തിരിഞ്ഞു നടന്നു. വലിയ ബ്രഹ്മചാരിയായി നടന്നിട്ട് ഇവളെ കണ്ടപ്പോൾ വിശ്വാമിത്രന്റെ തപസ്സിളകിയോ? ഇല്ല, യദു ഒരു പെണ്ണിനെ നോട്ടം വീട്ടിയിട്ടുണ്ടെങ്കിൽ അവളെ ഒറ്റ രാത്രിയെങ്കിലും സ്വന്തമാക്കിയിരിക്കും. രുദ്രൻ കാറിൽ കയറുന്ന നോക്കി പറഞ്ഞു യദു. പാർവതി, ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ തൻ്റെ മുഖം വല്ലാതെയായി പോയല്ലോ. എൻ്റെ മോളെ അമ്മയാകാൻ തനിക്ക് പറ്റില്ലേ? മോൾ മനസ്സറിഞ്ഞിരിക്കുന്നത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. എൻ്റെ മോളുടെ മുഖത്തെ ചിരി മായാതിരിക്കാൻ നീ അവളോടൊപ്പം എന്നും ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഉണ്ടാകില്ലേ? അത് പറയുമ്പോൾ അവൻ്റെ സ്വരം ഇടറിപ്പോയിരുന്നു. സാർ, മോളുടെ അമ്മ ഞാനല്ല എന്ന് ഈ ലോകം മുഴുവനും അറിയാം. വെറുതെ മറ്റുള്ളവർക്ക് മുന്നിൽ എന്നെ പരിഹാസ്യപാത്രമാക്കരുത്. അപേക്ഷയാണ്. തൊഴുകൈയുടെ പാർവതി അത് പറഞ്ഞപ്പോൾ താൻ പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് തോന്നിയവന് താൻ കുറച്ചുകൂടി കാത്തിരിക്കണം എന്ന് ബോധ്യമായിരുന്നതിനും പിന്നീടൊന്നും സംസാരിച്ചില്ലവൻ. മോൾക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തിരുത്തിന്. മോൾ ഐസ്ക്രീം മോൾക്ക് വലിയ ഇഷ്ടമാണ്. വീട്ടിലെത്താറായി, എന്നിട്ട് കഴിച്ചാൽ മതി കേട്ടോ. രുദ്രൻ പറഞ്ഞപ്പോൾ മോളത് വാങ്ങി പിടിച്ചു. വീട്ടിലെത്തിയവർ പിൻസീറ്റിൽ വെച്ചിരുന്ന കവറുകൾ എടുത്തു. മോള് ആശിമയുടെ അടുത്തേക്ക് പൊയ്ക്കും, ഐസ്ക്രീം കളറ് കഴിക്കണം കേട്ടോ. തുമ്പിയെ നോക്കി പറഞ്ഞിരുന്നു. അവന്റെ മുഖഭാവം കണ്ടപ്പോൾ പേടി തോന്നി പാർവതിക്ക്. തുമ്പി പാർവതിയുടെ ഒക്കത്തുനിന്നും ഇറങ്ങി അകത്തേക്ക് പോയി. ഇതൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് വാ. പിന്നെ തന്റെ സ്റ്റാറ്റസിനനുസരിച്ചതല്ല ഞാൻ വാങ്ങിയിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ നിൽക്കുന്നവർക്ക് ഒരു സ്റ്റാറ്റസ് ഉണ്ട്, അതനുസരിച്ചാണ്. അതുകൊണ്ട് ഇതിലിരിക്കുന്ന ഡ്രസ്സ് കണ്ട് ഞെട്ടണ്ട. കണക്കത്തിപ്പം ഞാൻ വാങ്ങിയേക്കാം. കവറുകൾ പാർവതിയുടെ കയ്യിലേക്ക് കൊടുത്തു പറഞ്ഞവൻ. എന്നോട് ദേഷ്യമുണ്ടോ? പെട്ടെന്ന് ചോദിച്ചു പോയി പാർവതി. തനിക്ക് വേണ്ടി രാവിലെ മുതൽ സാറ് ചെയ്ത കാര്യങ്ങൾ ഓർത്തപ്പോൾ പറഞ്ഞത് തെറ്റായിപ്പോയെന്ന കുറ്റബോധം ഉണ്ടായിരുന്നു അവൾക്ക്. ഉണ്ട്, നന്നായിട്ടുണ്ട്. തന്നോടല്ല, ഇങ്ങോട്ട് തന്നെ. രുദ്രൻ പറഞ്ഞതിൻ്റെ പൂർണ്ണം മനസ്സിലായില്ല പാർവതിക്ക്. ഉച്ചയ്ക്ക് കടയിലേക്ക് ചോറ് കൊണ്ടുപോയി കൊടുക്കാൻ ഒരുങ്ങുകയായിരുന്നു മിനി. അമ്മേ, ആരെന്നില്ല വൈകിട്ട് വന്നത്? എന്തിനാ അയാൾ പാർവതിയുടെ സർട്ടിഫിക്കറ്റും മറ്റും ചോദിച്ചത്? നീതു വായിച്ചു കൊണ്ടിരിക്കുന്ന വാരിക മടക്കിക്കൊണ്ട് അടുക്കള സ്ലാബിലേക്ക് കയറിയത്. അതോ ആ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവർക്കൊക്കെ ഇൻഷുറൻസും മറ്റുമുണ്ടത്രേ. പിന്നെ അവളുടെ അക്കൗണ്ട്സ് നമ്പറൊക്കെ ചോദിച്ചിട്ട് വന്നതാണ്. മാസശമ്പളം അക്കൗണ്ടിലേക്ക് ഇടുകയാണത്രേ പതിവ്. ഞാൻ പറഞ്ഞു എൻ്റെ അക്കൗണ്ടിൽ ഇട്ടാൽ മതിയെന്ന്. അവൾ ശമ്പളത്തിൻ്റെ കാര്യമൊന്നും അവിടെ പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ അയാളോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവളെ മാസശമ്പളം കൃത്യമായി എൻ്റെ കയ്യിൽ കിട്ടണമെന്ന്. അത് മാത്രമല്ല, അവിടെ ജോലിക്ക് നിൽക്കുന്നവരുടെ കൃത്യമായി ഡീറ്റെയിൽസ് വേണമത്രേ. കണക്കും കാര്യങ്ങളുമൊക്കെ കൊടുക്കേണ്ടതാണ് പോലും. അച്ഛനും അമ്മയും ഒന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്കറിയാം അവർക്ക് എന്ത് സംഭവിച്ചെന്ന്. അവളുടെ അച്ഛൻ എവിടെയാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞു. അമ്മ അവൾക്ക് 4 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയെന്ന് എനിക്കറിയാവുന്ന വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അച്ഛനെയും അമ്മയുടെയും അഡ്രസ്സൊക്കെ വേണമെന്നാണ് പറഞ്ഞത്. പുത്തൻപുരയ്ക്കൽ ജോലി ചെയ്തതിൻ്റെ ID കാർഡൊക്കെ കാണിച്ചു തന്നു അയാൾ എനിക്ക്. റാമനാണ് പേര് പറഞ്ഞത്. അയാളുടെ അച്ഛൻ ചന്ദ്രത്ത് വിജയൻ നായർ മരിച്ചിട്ടൊന്നുമില്ലല്ലോ. അയാൾ ബാംഗ്ലൂരിൽ എന്തൊക്കെ ബിസിനസ് നടത്തുകയാണ്. അവിടെ ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. നാട്ടിലേക്ക് വരാറില്ലെന്നാണ് പറഞ്ഞത്. നമ്മുടെ ജലജ ചേച്ചിയുടെ മൂത്ത മകളെ അവിടെ അടുത്തേക്കാണ് കെട്ടിച്ചു വിട്ടിരിക്കുന്നത്. ഈ വീട്ടിൽ അയാളുടെ പേര് പോലും ശബ്ദിച്ചു പോകരുതെന്നാണ് നിന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഞാൻ അയാളോട് എല്ലാം പറഞ്ഞു. എന്തിനാ നമുക്ക് കിട്ടുന്നത് വേണ്ടെന്ന് വെക്കുന്നത്? അമ്മ പറയുന്ന കേട്ടപ്പോൾ നീതുവിൻ്റെ മനസ്സിൽ പല ചോദ്യങ്ങളും ഉടലെടുത്തു. അമ്മേ, ഇത്രയും സൗകര്യമുള്ള വീടാണെങ്കിൽ ആ കുഞ്ഞിനെ നോക്കാൻ അയാൾക്ക് വേറെ വിവാഹം ചെയ്തൂടെ? 1.5 വയസ്സേ ആയിട്ടുള്ള കുട്ടിക്ക് എന്ന് പറയുന്നു. ഇനിയിപ്പോൾ പാർവതിയെ കെട്ടാൻ വല്ല ഉദ്ദേശമുണ്ടോ അയാൾക്ക്? അതുകൊണ്ടായിരിക്കും അവിടുന്ന് കാര്യങ്ങൾ അറിയാൻ അയാളെ അയച്ചത്. നീതു ചോദിച്ചു കേട്ടപ്പോൾ മിനി കൈ സാരി തലപ്പിൽ തുടച്ചുകൊണ്ട് അവളെ നോക്കി. എന്തേ താനിങ്ങനെ ചിന്തിച്ചില്ലെന്ന് ഓർത്തുകൊണ്ട്. അല്ലമ്മേ, അവളെ പവ്യാതാരം കണ്ടിട്ട് അയാൾക്ക് സഹതാപം തോന്നിയാലോ? പിന്നെ കാണാനും കൊള്ളാലോ. അങ്ങനെ ഇങ്ങനെ സംഭവിച്ചു പോയാൽ പിന്നെ കഴിയും. കുതിരയ്ക്ക് കൊമ്പ് കിട്ടിയ അവസ്ഥയായിരിക്കും. അമ്മ ആത്തി കാണിക്കാതെ അവളെങ്ങനെ തിരികെ വിളിക്കും.
വെറുതെ പണിയെടുത്ത് നാട് പൊടിക്കാതെ ഈ വീട്ടിലെ പണിയൊക്കെ ചെയ്ത് മൂലയ്ക്ക് ഇരുന്നോളും. അവള് ഞാനും നീനവും വിവാഹം കഴിഞ്ഞു പോയാലും അമ്മയ്ക്ക് സഹായി അവൾ ഉണ്ടാക്കും. ഇവിടെ ജോലിക്ക് വിടണ്ടായിരുന്നു അവളെ. ചതി പറ്റിപ്പോയി അമ്മ. സേതുവേട്ടനോട് പറ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ. നീ എന്തൊക്കെയാ പറയുന്നത്? എന്തായാലും ഒരു മാസം കഴിയട്ടെ. തന്നെയല്ല, അവള് ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ സുജിത്ത് കയറി ഇറങ്ങും. ഇവിടെ നിങ്ങൾക്ക് കൂടി ചീത്തപ്പേരുണ്ടാകുകയും ചെയ്യും. തൽക്കാലം അവിടെ നിൽക്കട്ടെ അവൾ. ഞാൻ പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് നീതു എഴുന്നേറ്റ് പോയി. അച്ഛമ്മേ, ഞാൻ ഇറങ്ങുന്നു. വരാൻ ലേറ്റ് ആകും. ക്ലബിലൊന്ന് പോകണം. ഈ വർഷത്തെ യൂത്ത് ബിസിനസ് ഐക്കൺ അവാർഡ് പ്രഖ്യാപനം അടുത്ത ആഴ്ചയാണ്. ചർച്ചയുണ്ട്. പാർവതിയുടെ മോളുടെ ഒപ്പം ഇവിടെ കിടക്കാൻ പറഞ്ഞാൽ മതി. ഞാൻ വന്നിട്ട് മോളെ റൂമിലേക്ക് കൊണ്ടുപോകാം. ഫുഡ് കഴിച്ച് എഴുന്നേറ്റ് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞിരുന്നു. ശരി, നിന്റെ കയ്യിൽ വിട്ട കീ ഉണ്ടല്ലോ അല്ലേ? മരുന്ന് കഴിച്ച് കിടക്കുന്നത് കൊണ്ട് ഇപ്പം നല്ല ക്ഷീണമാണ്. ചിലപ്പോൾ ഞാൻ അറിഞ്ഞെന്ന് വരില്ല. അച്ഛൻ ഉറങ്ങിക്കോളൂ. എന്നെ കാത്തിരിക്കണ്ട. അല്ലെങ്കിലും എനിക്ക് വേണ്ടി ഉറക്കം ഒഴിക്കാതിരിക്കാൻ ആരും ഇവിടെ ഇല്ലല്ലോ. രാജലക്ഷ്മി സുധർമ്മയും ഒന്ന് എത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു രുദ്രൻ. ക്ലബിൽ പോയിട്ട് നട്ടപ്പാതിരയ്ക്ക് കയറി വരുന്നവനെ കാത്തിരിക്കലേ ഇവിടെ ജോലി. വേറെ പണിയില്ല. സുധർമ്മ അടക്കം പറഞ്ഞത് രുദ്രൻ ശരിക്ക് കേട്ടില്ല. മോൾക്ക് ഫുഡ് കൊടുക്കുന്നതിനിടയിൽ പാർവതി സംസാരമൊന്നും കേട്ടില്ല. അടുക്കള മുറ്റത്തെ ചെമ്പകത്തണലിൽ കാക്കയും പൂച്ചയും കാണിച്ച് തുമ്പിയെ പൂട്ടുകയായിരുന്നു അവൾ. രുദ്രനെ നെത്തി നോക്കി കിച്ചണിലേക്ക്. പാർവതി ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി അവളോട് കുറച്ച് ദേഷ്യത്തിൽ പെരുമാറിയെന്ന് സ്വയം തോന്നിയിരുന്നു അവന്. മോളെ കണ്ടിട്ട് പോകണോ ചിന്തിച്ചവൻ. വേണ്ട, റാം വെയിറ്റ് ചെയ്യണം. ഓഫീസിൽ ചെന്നിട്ട് കുറേ ജോലികളുമുണ്ട്. രുദ്രൻ പുറത്തേക്ക് നടന്നു. പാർവതി അവരെല്ലാം കഴിച്ചിട്ട് പോയി. മോളെ കഴിഞ്ഞോ? സവിത ചോദിച്ചുകൊണ്ട് അവർക്ക് അടുത്തേക്ക് വന്നു. ഇല്ല, കുറച്ചുകൂടെ ഉണ്ട്. ചേച്ചി പോയി കഴിച്ചോ? മോളെ ഓർക്കിട്ട് ഞാൻ കഴിച്ചോളാം. പാർവതി പറഞ്ഞപ്പോൾ സവിത ചെമ്പകമരത്തിന് ചുറ്റും കെട്ടിയ സിമന്റ് തിണ്ണയിലേക്കിരുന്നു. ആരും വരുന്നില്ലല്ലോ എന്ന് ചുറ്റുമൊന്ന് നോക്കി. അതെ, നിങ്ങൾ പോയിട്ട് എന്തായി? എവിടെയാണ് സാർ കൊണ്ടുപോയത്? സുധർമ്മ മാഡം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. സാനന്ദ് പറഞ്ഞു. ഒന്നാലോചിച്ചുകൊണ്ട് പാർവതി പറഞ്ഞു. എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുത്തു. പിന്നെ സാറിന് ആരെയും കാണാനുണ്ടായിരുന്നു, അതാ വൈകിയത്. വക്കീലിനെ കാണാൻ പോയെന്ന വിവരം മറച്ചു വെച്ചു പാർവതി. സാർ അറിഞ്ഞാൽ വഴക്ക് പറഞ്ഞാലോ എന്ന ഭയം കൊണ്ട് പിന്നീടെല്ലാം പറയാമെന്ന് കരുതി അവള്. നല്ല സെലക്ഷൻ ഉണ്ട് പുത്തൻപുരയ്ക്കൽ ഗാർമെന്റ്സ്. ട്രെൻഡി കളക്ഷനും എന്നിട്ട് എടുത്തോ? ആ കമ്മീഷനോട് ചോദിച്ചു പാർവതി. എടുത്തു എന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടപ്പെട്ടതൊന്നും സാർ എടുത്തില്ലെന്ന് തോന്നുന്നു. ഇവിടെ നിൽക്കുന്നവർക്ക് സ്റ്റാറ്റസ് ഉണ്ടത്രേ. ഞാൻ എടുത്തതിലും കൂടുതൽ കവറുകൾ കാണുന്നുണ്ട്. മോൾക്ക് ആഹാരം കൊടുക്കുന്നത് കൊണ്ട് ഞാൻ അതൊക്കെ റൂമിൽ വെച്ചിട്ട് വേഗം പോന്നു. ചെന്നിട്ട് വേണം നോക്കാൻ. പാർവതി പറഞ്ഞു കേട്ടപ്പോൾ സവിത ചിരിച്ചു. അത് സാർ പറഞ്ഞത് കറക്റ്റാണ്. എനിക്ക് സുജിക്കും യൂണിഫോമാണ്. അതുപോലെ സരസ്വതി അമ്മയ്ക്കും മല്ലിക ചേച്ചിക്കും സെറ്റുമുണ്ട്. അതെല്ലാം സാറിൻ്റെ നടപടികളാണ്. അല്ല, സുജ ചേച്ചി വന്നില്ലേ? പാർവതിക്ക് അപ്പോഴാണ് സുജ വരുന്ന കാര്യം ഓർമ്മ വന്നത്. ഇല്ല, 4 മണിയാകുമെന്നാണ് പറഞ്ഞു വിളിച്ചിരുന്നത്. ഞാൻ ചെല്ലട്ടെ, ക്ലീനിങ് ചേച്ചി കഴിക്കാൻ വന്നിട്ടുണ്ടാകും. തന്നെയുമല്ല, വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി. നേരത്തിന് കഴിക്കുന്നതല്ലേ. സവിത പോകാൻ എഴുന്നേറ്റു. എടുത്ത ഡ്രസ്സിൽ നിന്ന് കാണാൻ പറ്റില്ല. നാളെ കാണാം. താനിന്ന് ഇവിടെ കിടക്കേണ്ടി വരും. സാറ് ക്ലബിൽ പോകുന്നു എന്നാണ് പറഞ്ഞത്. വരാൻ വൈകും. വല്ലപ്പോഴും മാത്രമേ പോകൂ. ക്ലബിൽ പോയാൽ പിന്നെ പാർട്ടിയൊക്കെ കൂടി വരാൻ വൈകും. ചിലരെ കമ്പനി കിട്ടാൻ പിന്നെ പറയണ്ട. അല്ല, സാർ കുടിക്കോ? പാർവതി പെട്ടെന്ന് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല. ക്ലബിൽ പോകുമ്പോൾ മാത്രം. സാറിനും ഓരോ ടെൻഷൻ ഉണ്ടാകില്ലേ? ഒന്ന് റിലാക്സിന് വേണ്ടിയായിരിക്കും. പറഞ്ഞിട്ട് നടന്നു സവിത. സാർ കുടിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു പ്രയാസം തോന്നി അവൾക്ക്. മതി അമ്മേ, തുമ്പി ഉറക്കച്ചടവിൽ പറഞ്ഞു. ഐസ്ക്രീം തിന്നിട്ടാണ് വേണ്ടത്. എന്നാ മതി. ഐസ്ക്രീം തിന്നാൻ പാടില്ല. വാവയ്ക്ക് പനിയായിരുന്നില്ലേ? പാർവതി ബാക്കി ചോറ് കാക്കിക്ക് കഴിക്കാൻ വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. മോക്ക് പനി മാറി. കഴുത്തിൽ തൻ്റെ കൈവച്ച് സ്വയം പരിശോധിച്ച് പറയുന്ന തുമ്പിയെ കണ്ടപ്പോൾ ചിരി വന്നു പാർവതിക്ക്. ഓ, മാറി. നല്ല അച്ഛനും നല്ല മോളും. മോൾക്ക് പനിയുടെ മരുന്ന് കൊടുക്കാനും പറയും. ഒപ്പം ഐസ്ക്രീം വാങ്ങി കൊടുക്കുകയും കൊള്ളാം. മോളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു പാർവതി. മോളുടെ മുഖവും വായും കഴുകി അകത്തേക്ക് കയറി പാർവതി. പാത്രം കഴുകി വെച്ച് മോളെ ഒരുക്കാൻ റൂമിലേക്ക് നടക്കുമ്പോൾ മുന്നിൽ വന്നു നിന്നു രാജലക്ഷ്മി. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? നീ ഇവിടെ ജോലിക്ക് വന്നവളോ അതോ ഇവിടുത്തെ റാണിയാകാൻ ഓർമ്മിട്ട് വന്നവളോ? നിങ്ങൾ തമ്മിൽ മുൻപരിചയമുണ്ടോ എന്നൊരു സംശയമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം മനസ്സിലായി. എന്താ നിന്റെ ഉദ്ദേശം? ദേഷ്യത്തിലുള്ള അവരുടെ ചോദ്യം കേട്ടപ്പോൾ ഒന്നും മനസ്സിലാകാത്തതുപോലെ നിന്ന് പാർവതി. 17,000 ചില്ലറ രൂപയുടെ ഡ്രസ്സ് വാങ്ങിക്കാൻ നീ ആരടി? രുദ്രൻ്റെ വെപ്പാട്ടിയോ? സുധർമ്മയുടെ ചോദ്യം നിന്റെ കാതുകളിൽ തുളഞ്ഞു കയറിയപ്പോൾ പാർവതി കാതുകൾ കൊട്ടിയടഞ്ഞതുപോലെ നിന്നുപോയി. സുധേ, ആച്ചമ്മയുടെ സ്വരം അത്ര ഉച്ചത്തിൽ ഇന്നേവരെ കേട്ടിട്ടില്ല പുത്തൻപുരയ്ക്കൽ തറവാട്ടിൽ. രാജലക്ഷ്മി സുധർമ്മയും ഒന്നിച്ച് തിരിഞ്ഞു നോക്കി.
പാഞ്ഞു വന്ന ആശമ സുധർമ്മയുടെ കവളിൽ ആഞ്ഞടിച്ചു. അടിയുടെ ശക്തിയിൽ തലവശത്തേക്ക് ചെരിഞ്ഞു പോയി സുധർമ്മയുടെ. ആദ്യമായിട്ടാണ് ഭാരതിയമ്മയെ അത്ര ദേഷ്യത്തിൽ അവരെല്ലാം കാണുന്നത്. വാക്കിനിരില്ലെന്ന് കരുതി എന്ന് വിളിച്ചു പറയാമെന്നാണോ? ഈ കുട്ടി വന്നിട്ട് ഒരാഴ്ച പോലും തികഞ്ഞില്ല. അതിനു മുൻപേ പോരെടുക്കാൻ ഇവളെ അമ്മായിമ്മയല്ല നീ. ഇവൾക്ക് നിങ്ങളെക്കാൾ സൗന്ദര്യം കൂടിപ്പോയതുകൊണ്ടാണോ നിങ്ങൾക്ക് ഇത്ര അസൂയ? എത്ര രൂപയുടെ വസ്ത്രങ്ങളായാലും രണ്ടുപേരെയും തറവാട്ടിൽ നിന്നല്ല അതെടുത്തത്. എൻ്റെ രുദ്രൻ്റെ പൈസ കൊണ്ടാണ്. അവൻ്റെ പൈസ ആർക്ക് വേണ്ടി ചിലവാക്കിയത് നിങ്ങൾക്ക് എന്ത് നഷ്ടം? അവൻ ഇവിടെ താലി കെട്ടി കൂടെ കൂട്ടിയെന്നിരിക്കും. നിങ്ങളുടെ ആരുടെയെങ്കിലും അനുവാദം ചോദിക്കണോ അവന്? വേണോ? കത്തുന്ന മിഴികളാൽ ഭാരതിയമ്മ ചോദിച്ചു. അമ്മേ, അത് പിന്നെ ഏത് വിളിച്ചു പറഞ്ഞപ്പോൾ രാജലക്ഷ്മി വിക്കിക്കൊണ്ട് പറഞ്ഞു. ഏത് വിളിച്ചു പറയുന്നതിനേക്കാൾ മുൻപ് രുദ്രൻ എന്നോട് പറഞ്ഞത് നന്നായി എന്നാണ് ഞാൻ പറഞ്ഞത്. അനാവശ്യമായി ഒരു പൈസ ചിലവാക്കാത്തവനാണ് രുദ്രൻ. അങ്ങനെയുള്ള അവൻ ഇവൾക്ക് വേണ്ടി പൈസ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ തക്കതായ കാരണമുണ്ടായിരിക്കും. അത് മനസ്സിലാക്കാദ്യം. പറഞ്ഞ വാക്കും എറിഞ്ഞ കലം തിരിച്ചെടുക്കാൻ കഴിയുന്നതല്ല. അത് മനസ്സിലാക്കാദ്യം. നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ മറ്റുള്ളവരെ എത്രമാത്രം വേദനിപ്പിക്കുന്നുവെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഉണ്ടാകില്ല. എങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ പറയുമായിരുന്നില്ല. ദേഷ്യം മടങ്ങുന്നുണ്ടായിരുന്നില്ല അവർക്ക്. ക്ഷമിക്കണമേ, പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. ഇനി ശ്രദ്ധിക്കാം. ആടിക്കൊണ്ട് കവിൾത്തടം ഇടത് കൈകൊണ്ട് അമർത്തിപ്പിടിച്ച് സുധർമ്മ പറഞ്ഞു. പാർവതി കൊല്ലാനുള്ള ദേഷ്യം മുന്നിൽ ഒതുക്കിക്കൊണ്ട് മോളെ ചേർത്തി പിടിച്ച് നിശ്ചലം നിൽക്കുകയാണ് പാർവതി. അവളുടെ ഇരു കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ട്. കേട്ട വാക്ക് വീണ്ടും കാതിൽ പ്രതിധ്വനിച്ചുകൊണ്ടിത്. കൃഷ്ണ ഗുരുവായൂരപ്പ, ഇതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ഉള്ളിൽ ചോദിച്ചു പോയി അവൾ. പാർവതി മോളെ കൊണ്ട് അകത്തേക്ക് വെക്കുന്നു. ഇവരുടെ വാക്കുകളൊന്നും കുട്ടി ശ്രദ്ധിക്കണ്ട. നടവഴിയിൽ കുരയ്ക്കുന്ന അനേകം പട്ടികളുണ്ടായിരിക്കും. അവയെ എറിഞ്ഞോടിക്കാൻ നമുക്ക് കഴിയില്ല. അതുപോലെ കരുതിയാൽ മതി. അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടാൻ തോന്നി പാർവതിക്ക്. മോളെ കൊണ്ട് റൂമിൽ കയറി വാതിലടച്ചവള്. അമ്മ കരയണ്ട, മോക്ക് സങ്കടാവരുക. കുഞ്ഞു കൈ കൊണ്ട് പാർവതിയുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് വിതുമ്പിക്കൊന്ന് പറഞ്ഞു തുമ്പിമാൾ. ഇല്ലട വാവേ, അമ്മ കരയില്ല കേട്ടോ. അമ്മയുടെ ശക്തി ഉറങ്ങിക്കും. പിലോ ഉയർത്തി വെച്ച് അതിൽ തല ഉയർത്തി വെച്ച് മോളെ നെഞ്ചിൽ കിടത്തി തട്ടിക്കൊടുത്തു പാർവതി. ഇരു കണ്ണുകളിൽ നിന്നും മിഴിനീർ തുള്ളികൾ ചാലിട്ടൊഴുകിയിറങ്ങി അവളെ കവിളിടങ്ങൾ ചുംബിച്ചുകൊണ്ട്. ഈ സമയം റാമുമായി സംസാരിച്ചിരിക്കുകയാണ് രുദ്രൻ. സാർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ പാർവതി മേഡത്തിൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ വളരെ ദയനീയ അവസ്ഥ. മാമി ആർത്തി മൂത്താണ് അവരെ ജോലിക്ക് വിട്ടത്. ഒരു പൈസ എടുക്കാതെ അക്കൗണ്ടിൽ വരണമെന്നാണ് അവർ പറയുന്നത്. അമ്മ പ്രസന്നകുമാരി, അച്ഛൻ വിജയൻ നായർ. ഇപ്പോൾ ബാംഗ്ലൂരിൽ എവിടെയാണ്? ചന്ദ്രോത്ത് വിജയൻ നായർ. ഭാര്യയും മക്കളും ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ചന്ദ്രോത്ത്. നെറ്റിയിൽ ചൂണ്ടുവിരലും തള്ളവിരലും ചേർത്ത് വെച്ച് ഒന്ന് ഒഴിഞ്ഞു രുദ്രൻ. എന്തൊക്കെയോ ഓർത്തെടുക്കുന്നത് പോലെ. പ്രസവത്തിന് പാർവതി മേഡത്തിൻ്റെ അമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം അയാൾ അങ്ങോട്ട് ചെന്നിട്ടില്ല. അയാൾ ചെന്നില്ലെന്ന് മാത്രമല്ല, ചന്ദ്രോത്ത് തറവാട്ടിലും ആരും തന്നെ അവരെ തേടി ചെന്നിട്ടില്ല. പിന്നീട് ഞാൻ അന്വേഷിച്ചു. അവിടെ അടുത്ത വീടുകളിൽ അവർ പറഞ്ഞത് പാർവതി മേഡത്തിൻ്റെ അമ്മ ഗർഭിണിയായിരുന്ന സമയത്ത് അമ്മായിമ്മ എന്തോ കൈവശം കൊടുത്തു എന്നാണ്. കുഞ്ഞുണ്ടായി 4 വർഷത്തെ നരകതുല്യമായ ജീവിതത്തിന് ശേഷമാണ് മരണത്തിന് കീഴടങ്ങിയത്. ഇളയ മകന് സ്നേഹം കുറഞ്ഞു പോയോ എന്ന സംശയത്തിൽ ചെയ്താണ് അവർ. മകനോട് പറഞ്ഞിരിക്കണം താൻ ചെയ്ത ക്രൂരത. അതുകൊണ്ടായിരിക്കണം അയാൾ വീട് വിട്ടിറങ്ങിയത്. ഗർഭാശയ കാൻസർ ബാധിച്ച് നരകിച്ചാണ് ആ സ്ത്രീ മരിച്ചത്. റാം പറയുന്നതൊക്കെ ശ്രദ്ധയോടെ കേട്ടിരുന്ന രുദ്രൻ സേതുവിനും പാർവതിയെ പറ്റി കുറേയേറെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിലും റാം പറയുന്നത് പുതിയ അറിവായിരുന്നു രുദ്രന്. വല്ലാത്തൊരു അലവ് തോന്നി പാർവതിയോട് അവന്. ചന്ദ്രോത്ത് തറവാട് താൻ ഇവിടെ കേട്ടിട്ടുണ്ട്, പക്ഷെ എവിടെ? ചന്ദ്രോത്ത് തറവാട് സ്ഥലം വരുന്നത് എവിടെയാണ്? മുണ്ടൂരിനടുത്ത്. യെസ്, അച്ഛമ്മയുടെ തറവാട് അവിടെയാണ്. അച്ഛമ്മയോട് ചോദിച്ചു നോക്കാം. അച്ഛമ്മയുടെ ആളുകൾ ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ, അറിയാതിരിക്കില്ല. ഒരു കാര്യം കൂടി റാം അന്വേഷിക്കണം. വിജയനാടെ ഡീറ്റെയിൽസ്. തനിക്ക് ജനിച്ചത് മകളോ മകനോ എന്നുപോലും അന്വേഷിക്കാതെ നാടുവിട്ട മഹാനെക്കുറിച്ച് അറിയാനൊരു കൗതുകം, നേരിൽ കാണണമെന്നൊരു തോന്നൽ. ഒരു തവണയെങ്കിലും സ്ത്രീയുടെ മുന്നിൽ അയാളെ കൊണ്ടുവന്ന് നിർത്തണം. ജീവിതത്തിൽ നിന്നും ഒളിച്ചോടിയപ്പോൾ ബാക്കി വെച്ചിട്ട് പോയ രക്തത്തെ അയാൾ അറിയണം. സ്വന്തം സുഖം തേടിപ്പോയപ്പോൾ അനാഥമായൊരു പെൺകുട്ടിയുടെ വേദന. രുദ്രൻ്റെ കൈക്കുള്ളിൽ ഇരുന്ന പേപ്പർ വെയിറ്റ് ഞെരിഞ്ഞു. ഓക്കെ സാർ, നാളെ തന്നെ അന്വേഷിക്കാം. ചന്ദ്രോത്ത് തറവാട്ടിൽ നിന്ന് തന്നെ അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാം. തറവാട്ടിലുള്ള ആർക്കെങ്കിലും അറിയാതിരിക്കില്ല വിജയനരെക്കുറിച്ച്. വിളിക്കാം. റാം യാത്ര പറഞ്ഞിറങ്ങി. ക്ലബിൽ പോയിട്ടേ വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അച്ഛമ്മയുടെ ചന്ദ്രോത്ത് തറവാട്ടുകാരെക്കുറിച്ച് അന്വേഷിക്കാതെ അവന് സ്വസ്ഥത കിട്ടിയില്ല. അത്യാവശ്യ ജോലികൾ ചെയ്തു തീർത്തിട്ട് ഓഫീസിൽ നിന്നും ഇറങ്ങി രുദ്രൻ